Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്നത്തെ ദൈവവചന വായനകളെല്ലാം ഒരു കേന്ദ്ര സന്ദേശത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവം നമ്മിൽ നിന്ന് ആദ്യം ആവശ്യപ്പെടുന്നത് കഴിവോ സമ്പത്തോ പ്രശസ്തിയോ അല്ല. അവിടുന്ന് ആഗ്രഹിക്കുന്നത് ബന്ധമാണ്. ആ ബന്ധം ജീവിക്കുന്നതാകണം, നിലനിൽക്കുന്നതാകണം, ഫലം പുറപ്പെടുവിക്കുന്നതാകണം. ഇന്ന് ലോകം മനുഷ്യനെ പഠിപ്പിക്കുന്നത് സ്വയം പര്യാപ്തതയാണ്. എനിക്ക് ആരെയും വേണ്ട, ഞാൻ മതി എന്ന ചിന്തയാണ്. എന്നാൽ യേശു വ്യക്തമായി പറയുന്നു, എന്നിൽ നിലനിൽക്കാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. മനുഷ്യന്റെ യഥാർത്ഥ ശക്തി അവന്റെ സ്വാതന്ത്ര്യത്തിലല്ല, ദൈവവുമായുള്ള ഐക്യത്തിലാണ്. നിയമാവർത്തന പുസ്തകം മോശയുടെ അവസാന പ്രസംഗങ്ങളുടെ ഒരു സമാഹാരമാണ്. വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് മോശ ജനത്തെ വീണ്ടും ദൈവനിയമം ഓർമ്മിപ്പിക്കുന്നു. അധ്യായം 28 രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗം അനുഗ്രഹങ്ങളും രണ്ടാമത്തെ ഭാഗം ശാപങ്ങളുമാണ്. ഇന്നത്തെ വായന അനുഗ്രഹങ്ങളുടെ ഭാഗമാണ്. ഇവിടെ ദൈവം വ്യാപാര കരാർ നടത്തുന്നില്ല. നീ ഇത് ചെയ്താൽ ഞാനത് തരാം എന്ന ഇടപാടല്ല ഇത്. മറിച്ച് നിയമബന്ധത്തിന്റെ ഫലമാണ് അനുഗ്രഹം. ദൈവത്തിന്റെ വഴിയിൽ നടക്കുമ്പോൾ മനുഷ്യൻ യഥാർത്ഥ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. നഗരത്തിലും അനുഗ്രഹിക്കപ്പെടും, വയലിലും അനുഗ്രഹിക്കപ്പെടും. നിന്റെ സന്താനവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ ശത്രുക്കൾ നിന്നെ പരാജയപ്പെടുത്തുകയില്ല. ഇവ വെറും ഭൗതിക സമൃദ്ധിയുടെ വാഗ്ദാനമല്ല, ദൈവ സാന്നിധ്യത്തിന്റെ അടയാളമാണ്. കത്തോലിക്കാ തിരുസഭ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും സാമ്പത്തിക വിജയത്തോട് മാത്രം തുല്യമല്ല എന്നതാണ്. പല വിശുദ്ധന്മാരും ദാരിദ്ര്യത്തിൽ ജീവിച്ചു. പലരും രോഗങ്ങളും പീഡനങ്ങളും സഹിച്ചു. എങ്കിലും അവർ അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു. കാരണം അവർ ദൈവത്തോടൊപ്പമായിരുന്നു. അനുഗ്രഹത്തിന്റെ ഏറ്റവും വലിയ രൂപം ദൈവ സൗഹൃദമാണ്. പ്രഭാഷകന്റെ പുസ്തകം ദൈനംദിന ജീവിതത്തിന്റെ ആത്മീയ ജ്ഞാനമാണ്. ഇന്നത്തെ വായനയിൽ പ്രധാനമായി 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് നാവിന്റെ നിയന്ത്രണം. വാക്കുകൾ അധികമായാൽ പാപം കുറയുകയില്ല. ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഇത് വളരെ പ്രസക്തമാണ്. ഒരു സന്ദേശം, ഒരു പോസ്റ്റ്, ഒരു കമന്റ്, ഒരു അഭ്യൂഹം, ഇവ മനുഷ്യരുടെ ജീവിതം തകർക്കുന്നു. ക്രിസ്ത്യാനി സംസാരിക്കുന്നതിന് മുൻപ് ചോദിക്കണം, ഇത് സത്യമാണോ? ഇത് ആവശ്യമായതാണോ? ഇത് സ്നേഹത്തോടെ പറയുന്നതാണോ? രണ്ടാമത് നീതിമാന്റെ ഉറപ്പ്. ദുഷ്ടന്റെ വിജയം താൽക്കാലികമാണ്, നീതിമാന്റെ പ്രത്യാശ ശാശ്വതമാണ്. ഇന്നത്തെ ലോകം പണവും അധികാരവും വിജയവുമാണ് വലുതെന്ന് പറയുന്നു. ദൈവം പറയുന്നു, വിശുദ്ധിയാണ് ഏറ്റവും വലിയ വിജയം. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഈ ഭാഗം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ചരിത്ര പശ്ചാത്തലം ആവശ്യമാണ്. ആദ്യകാല സഭയിൽ ഒരു വലിയ ചോദ്യമുണ്ടായിരുന്നു. യഹൂദർ മാത്രമാണോ ദൈവജനങ്ങൾ? വിജാതീയർക്കും രക്ഷയുണ്ടോ? ഇതിന് മറുപടിയായിട്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ ഒലിവ് മരത്തിന്റെ ഉപമ നൽകുന്നത്. വേരാണ് അബ്രാഹിമിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദാനം. സ്വാഭാവിക ശാഖകൾ യഹൂദരാണ്, ഒട്ടിച്ചേർത്ത ശാഖകൾ വിജാതീയ ക്രിസ്ത്യാനികളാണ്. പൗലോസ് പറയുന്നു, അഹങ്കരിക്കരുത്, വേര് നിന്നെ താങ്ങുന്നു, നീയല്ല വേരിനെ താങ്ങുന്നത്. രക്ഷ ദൈവത്തിന്റെ കൃപയാണ്, അത് മനുഷ്യന്റെ അവകാശമല്ല. സഭയിലും ഇതേ അപകടമുണ്ട്. ഞാൻ വർഷങ്ങളായി സഭയിൽ, ഞാൻ എല്ലാ ഞായറാഴ്ചയും കുർബാനയ്ക്ക് വരുന്നു, ഞാൻ സംഘടനകളിൽ പ്രവർത്തിക്കുന്നു, അതിനാൽ ഞാൻ മറ്റുള്ളവരെക്കാൾ വിശുദ്ധനാണ്. ഇത് ഫരിസേയന്റെ മനോഭാവമാണ്. ക്രിസ്ത്യാനി വിനയമുള്ളവനാണ്. യേശുവിന്റെ വിടവാങ്ങൽ പ്രസംഗത്തിന്റെ ഭാഗമായിട്ടാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ അവതരിപ്പിക്കുന്നത്. കുരിശിലേക്ക് പോകുന്നതിന് മുൻപ് ശിഷ്യന്മാർക്ക് നൽകിയ അവസാനത്തെ ആത്മീയ പാഠങ്ങളിൽ ഒന്നാണിത്. ഞാനാണ് യഥാർത്ഥ മുന്തിരിച്ചെടി.
പഴയ നിയമത്തിൽ ഇസ്രായേൽ പലപ്പോഴും മുന്തിരിത്തോട്ടമായി ചിത്രീകരിക്കപ്പെട്ടിരുന്നു. എന്നാൽ ആ മുന്തിരിത്തോട്ടം ദൈവത്തിന് പ്രതീക്ഷിച്ച ഫലം നൽകിയില്ല. അതുകൊണ്ട് യേശു പറയുന്നു, യഥാർത്ഥ മുന്തിരിച്ചെടി ഞാനാണ്. ഇനി രക്ഷയുടെ കേന്ദ്രം ഒരു ജനതയല്ല, ഒരു വ്യക്തിയാണ്. അത് യേശു ക്രിസ്തുവാണ്. ഓരോ വിശ്വാസിയും ഒരു ശാഖയാണ്. ശാഖയ്ക്ക് സ്വതന്ത്ര ജീവനില്ല. ജീവൻ മുഴുവൻ തന്നിൽ നിന്നാണ്. ശാഖ തണ്ടിൽ നിന്ന് വേർപെട്ടാൽ അത് ഉടനെ മരിക്കുകയില്ല. കുറച്ചു സമയം പച്ചയായി തോന്നും. എന്നാൽ ഉള്ളിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കും. ഇന്നത്തെ പല വിശ്വാസികളുടെയും അവസ്ഥ ഇതാണ്. പുറമേ ക്രിസ്ത്യാനികൾ, പക്ഷേ ഉള്ളിൽ ദൈവബന്ധമില്ല. യേശു ഫലം ചോദിക്കുന്നു, ഇലകളല്ല, പൂക്കളല്ല, ഫലം. ഫലം എന്താണ്? വിശുദ്ധ പൗലോസ് പറയുന്നു, സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മനിയന്ത്രണം. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ഫലം. ഫലം കായ്ക്കുന്ന ശാഖയെ കൂടുതൽ ഫലം കായ്ക്കുവാനായി പിതാവ് ശുദ്ധീകരിക്കുന്നു. വെട്ടിമാറ്റൽ വേദനാജനകമാണ്, പക്ഷേ അത്യാവശ്യമാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവം ചിലപ്പോൾ പരാജയങ്ങൾ അനുവദിക്കുന്നു. രോഗങ്ങൾ, നഷ്ടങ്ങൾ, കാത്തിരിപ്പുകൾ. അവ ശിക്ഷയല്ല, ശുദ്ധീകരണമാണ്. വിശുദ്ധന്മാരുടെ ജീവിതം ഇതിൻ്റെ തെളിവാണ്. കത്തോലിക്കാ സഭ നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തീയ ജീവിതം വ്യക്തിപരമായ വിശ്വാസം മാത്രമല്ല, അത് സഭയുമായിട്ടുള്ള കൂട്ടായ്മയിലൂടെയും സാക്രമെന്റ്സ് വഴിയും പരിപോഷിപ്പിക്കപ്പെടുന്ന ദൈവീക ജീവിതമാണ് എന്ന്. മാമോദീസായിലൂടെ നാം ക്രിസ്തുവിൽ ഒട്ടിച്ചേർക്കപ്പെടുന്നു. വിശുദ്ധ കുർബാനയിൽ അവിടുത്തെ ജീവൻ സ്വീകരിക്കുന്നു. കുമ്പസാരത്തിലൂടെ ബന്ധം പുതുക്കുന്നു. പ്രാർത്ഥനകളിലൂടെ ആ ബന്ധം വളരുന്നു. ഇവയില്ലാതെ ശാഖയ്ക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല. ഇന്ന് ഏറ്റവും വലിയ പ്രതിസന്ധി നിരീശ്വരവാദമല്ല, ദൈവത്തെ ആവശ്യമില്ലാത്ത ജീവിതമാണ്. ഞായറാഴ്ച നാം കുർബാന ഒഴിവാക്കുന്നു. കാരണം സമയമില്ല, ജോലിയുണ്ട്, യാത്രയുണ്ട്. പക്ഷെ മറ്റെല്ലാത്തിനും നാം സമയം കണ്ടെത്തുന്നു. ഇത് ശാഖ തണ്ടിൽ നിന്ന് അകലുന്നതിന് തുല്യമാണ്. കുടുംബ പ്രാർത്ഥനകളില്ല. ഒരു കാലത്ത് കുടുംബങ്ങൾ ഒരുമിച്ച് ജപമാല ചൊല്ലിയിരുന്നു. ഇന്ന് ഓരോരുത്തരും ഓരോ സ്ക്രീനിന് മുൻപിലാണ്. വീട്ടിൽ വൈഫൈ ഉണ്ട്, പ്രാർത്ഥനയില്ല. പാപബോധം കുറഞ്ഞു വരുന്നു. അപ്പോൾ കുമ്പസാരവും അപൂർവമായി ചെയ്യുന്നു. എല്ലാവരും ചെയ്യുന്നതല്ലേ പാപം എന്ന ചിന്ത. പക്ഷേ പാപം ബന്ധം തകർക്കുന്നു. യുവജനങ്ങളുടെ പ്രതിസന്ധി വിജയം, പണം, കരിയർ, പ്രശസ്തി ഇവ മാത്രം ലക്ഷ്യം വെച്ചുള്ള ജീവിതമാണ്. ആത്മാവിന് വിശക്കുന്നു. ഇന്നത്തെ വചനങ്ങൾ ഓരോരുത്തരോടും ചോദിക്കുന്നു, ഞാൻ യേശുവിൽ നിലനിൽക്കുന്നുണ്ടോ? എൻ്റെ പ്രാർത്ഥന വെറും ആവശ്യങ്ങളുടെ പട്ടികയാണോ? എൻ്റെ ജീവിതത്തിൽ ആത്മീയ ഫലമുണ്ടോ? മറ്റുള്ളവർ എന്നെ കണ്ടാൽ ക്രിസ്തുവിനെ കാണുന്നുണ്ടോ? ഈ ആഴ്ച നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കാം. ദിവസവും കുറഞ്ഞത് 15 മിനിറ്റ് ദൈവവചനം വായിക്കാം. കുടുംബ പ്രാർത്ഥന പുനരാരംഭിക്കാം. വിശുദ്ധ കുർബാനയെ ജീവിതത്തിന്റെ കേന്ദ്രമാക്കാം. മാസത്തിൽ ഒരിക്കലെങ്കിലും കുമ്പസാരത്തിനായി പോകാം. അനാവശ്യ വിമർശനവും അഭ്യൂഹവും ഒഴിവാക്കി സ്നേഹത്തോടെ സംസാരിക്കാം. ഓരോ ദിവസവും ഒരു നല്ല പ്രവൃത്തി ചെയ്യുവാൻ തീരുമാനമെടുക്കാം. ഇവ ചെറിയ കാര്യങ്ങളായി തോന്നാം, പക്ഷേ ശാഖ തണ്ടിൽ ചേർന്ന് നിൽക്കാൻ ഇവ നമ്മെ സഹായിക്കും. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ 4 വായനകളും ഒരേ സന്ദേശമാണ് നൽകുന്നത്. ദൈവവചനം അനുസരിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും. കർത്താവിനെ ഭയപ്പെടുന്നവർ ഉറച്ചു നിൽക്കും. വേരിനോട് ചേർന്ന ശാഖ മാത്രമേ ജീവിക്കൂ. മുന്തിരിച്ചെടിയോട് ചേർന്ന ശാഖ മാത്രമേ ഫലം കായ്ക്കൂ. നമ്മുടെ ഈ കാലഘട്ടത്തിൽ വിശ്വാസരാഹിത്യം വളരുന്നത് ദൈവം അകലെയായതുകൊണ്ടല്ല, മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലുന്നതുകൊണ്ടാണ്. ഇന്നത്തെ ഈ വിശുദ്ധ ബലിയിൽ നാം യേശുവിനോട് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ നിന്റെ മുന്തിരിച്ചെടിയിലെ ഒരു ചെറിയ ശാഖയാണ്. നിന്നിൽ നിന്ന് വേർപെടാതിരിക്കുവാൻ എന്നെ കാത്തു സൂക്ഷിക്കണമേ. എൻ്റെ ജീവിതം നിന്റെ കൃപയാൽ നിറയട്ടെ. എൻ്റെ കുടുംബം വിശ്വാസത്തിൽ വളരട്ടെ. എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് നിന്റെ സ്നേഹത്തിൻ്റെ ഫലം നൽകുന്ന ശാഖയായി തീരട്ടെ. ആമേൻ.